എൻ്റെ പണത്തെയാണ് സ്നേഹിച്ചത്. ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന് പറയുന്നത് ആരല്ലായിരുന്നു? ഞാനല്ലായിരുന്നു. പിന്നെ ആരായിരുന്നു? എൻ്റെ പണമായിരുന്നു. കണ്ടോ? അങ്ങനെ തിരിച്ചറിയുന്ന ഭർത്താവ് പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതാ ഭാര്യയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, ഇവക്ക് വെളിച്ചം കൊടുക്കണമേ, ഇവക്ക് വെളിവ് കൊടുക്കണമേ. അങ്ങനെ ഇതാ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറേ കാലത്തെ പ്രാർത്ഥന കൊണ്ട് ഭാര്യ മാനസാന്തരപ്പെട്ട് ആരായിത്തീരും? വിശുദ്ധയായി തീർന്നു. തീർന്നില്ലെങ്കിലോ നമുക്ക് കിടക്കപ്രതി ഉണ്ടാകുകയില്ല, മനസ്സമാധാനം ഉണ്ടാകുക. അതുകൊണ്ട് ഭാര്യ വിശുദ്ധയാകേണ്ടതിൻ്റെ ആവശ്യം ആർക്കാ? ഭർത്താവിന്. ഭർത്താവ് വിശുദ്ധയാകേണ്ടതിൻ്റെ ആവശ്യം ആർക്കാ? ഭാര്യയ്ക്ക്. അതുപോലെ പ്രിയമുള്ളവരെ, ഒരു പള്ളിയിൽ ചെന്നാൽ ദൈവജനം വിശുദ്ധരാകേണ്ടത് ആരുടെ ആവശ്യമാണെന്നറിയോ? അച്ഛൻ്റെ ആവശ്യം. അല്ലെങ്കിൽ കിടക്കപ്പുറതി ഉണ്ടാവുക, അവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുകയില്ല. അതാണ് പ്രത്യേകത. ഒരു ഭദ്രാസനത്തിൽ ചെന്നാൽ ജനം വിശുദ്ധീകരിക്കേണ്ടത് ബിഷപ്പിൻ്റെ ആവശ്യമാണ്, ഇല്ലെങ്കിൽ കിടത്തി ഉറക്കുകയില്ല അവർ. അതുകൊണ്ട് ഇതാ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. ഒരു സമൂഹത്തിൻ്റെ വിശുദ്ധീകരണം ഓരോ വ്യക്തിയെയും ദൈവം പരമേൽപ്പിച്ചിട്ടുണ്ട്. ഇതാ ഒരു അധ്യാപകൻ്റെ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങൾ ഇതാ നന്നായി പഠിച്ച് വളരുക എന്നത്. അതിനുവേണ്ടി ഇതാ ജീവത്യാഗം ചെയ്യാൻ അധ്യാപകൻ തയ്യാറാകണം. ഇങ്ങനെ ഓരോരുത്തരും മറ്റൊരാളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രത്യേക കൃപയുടെ ഉറവിടമാണ്. ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥലത്ത് ആരുടെയോ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മെ ഈ സ്ഥലത്താക്കി വച്ചിരിക്കുകയാണ്. ഇത് കണ്ടെത്തണം. ഞാൻ ആരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്തണം. എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങണം, അവർക്ക് വേണ്ടി സഹിക്കാൻ തുടങ്ങണം, അവർക്ക് വേണ്ടി പീഡാസഹനവും കുരിശുമരണവും ഏറ്റുവാങ്ങണം. അപ്പോഴാണ് പ്രിയമുള്ളവരെ അതിലൂടെ നമ്മുടെ വിശുദ്ധീകരണം സാധ്യമാകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ സാധ്യമല്ല. ജീവിതത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ സാധ്യമല്ല. ഇന്ന് പല ആളുകളും ഓരോ ദൈവവിളികളെക്കുറിച്ച് ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് ഒളിച്ചോട്ടം എന്ന നിലയിലാണ്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ സെമിനാരിൽ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കാലത്ത് ഈ പ്രാർത്ഥനകളുമൊക്കെ ആയിട്ട് നടക്കുന്ന കാലമുണ്ട്, ധ്യാനവും പ്രാർത്ഥനയുമൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന വളരെ പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം എൻ്റെ അടുക്ക വന്നിട്ട് എന്നോട് പറഞ്ഞു, ഏതോ ഒരു സന്യാസ സമൂഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ആ സന്യാസ സമൂഹത്തിൽ ചേരാൻ തീരുമാനമെടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, ഇന്നലെ വരെ ഇല്ലാതിരുന്ന സന്യാസ ദൈവവിളി ഇയാൾക്ക് ഇന്നിപ്പോൾ എവിടുന്ന് കിട്ടി? അപ്പോൾ ചോദിച്ച് പറഞ്ഞ് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, പുള്ളിക്കാരൻ വളരെ സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ച ഒരു പെണ്ണുണ്ടായിരുന്നു. ആലോചിച്ചെന്ന് പറഞ്ഞ് അവൻ തന്നെ കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ പ്രേമം. പുള്ളിക്കാരൻ ഒത്തിരി കഷ്ടപ്പെട്ടു, ത്യാഗം സഹിച്ച്. രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് ഒരുങ്ങി ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും. എന്തിനാണെന്നറിയാമോ? ആ പെണ്ണവിടെ വരും. അപ്പോൾ എല്ലാ ടീച്ചർമാരും വരുന്നതിന് മുമ്പ് അവിടെ പോയിരുന്ന് പെണ്ണുമായിട്ട് സംസാരിക്കാൻ പോകുന്നതാണ്. അങ്ങനെയെല്ലാം കഴിഞ്ഞു. അവസാനം എന്ത് ചെയ്തു? വീട്ടുകാർ കണ്ടുപിടിച്ചപ്പോൾ പെണ്ണിന് താക്കീത് കൊടുത്തു. അതോടുകൂടി പെണ്ണ് പിൻവാങ്ങി. അപ്പോൾ അവൻ തീരുമാനമെടുത്തു, ഇനി ഇതാ പെണ്ണുങ്ങളെല്ലാം മോശമാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തേക്കാം? സന്യാസി ആയിക്കൊള്ളേക്കാം. ഇയാൾക്ക് കിട്ടിയ സന്യാസ ദൈവവിളി സത്യത്തിൽ എന്താണ്? ഇതാ ദൈവീക കൃപയിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു ഈ ദൈവവിളി. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നീ ദൈവവിളി സ്വീകരിച്ച് സന്യാസത്തിന് പോയാൽ സന്യാസ സമൂഹത്തെ ഇതാ നീ വെള്ളത്തിൽ ചാടിക്കുന്ന പരിപാടിയാണ്. നീ ആ സന്യാസ സമൂഹത്തെ വെള്ളത്തിൽ ചാടിക്കും. നാളെ സന്യാസ സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സന്യാസ സമൂഹത്തിലെ പ്രമുഖ ഒരു അച്ഛൻ നിന്നോട് ഇതാ ഏതെങ്കിലും വേദനാജനകമായ രീതിയിൽ സംസാരിച്ചാൽ നീ അവിടുന്ന് എടുത്തിയാടി എന്തു ചെയ്യും? നിന്നെ ഇതാ സ്നേഹത്തോടെ കണ്ട പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് നീ എന്തു ചെയ്യും? സന്യാസ സമൂഹത്തിൽ നിന്ന് ചാടാനിടയായിത്തീരും. നിൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ഒളിച്ചോട്ടമാണ്. അത് പറഞ്ഞതോടുകൂടി പുള്ളിക്കാരൻ സന്യാസ ദൈവവിളി അന്നേരം തന്നെ ഇറങ്ങിപ്പോയി. പെട്ടെന്ന് തന്നെ ബഹിഷ്കരിക്കപ്പെട്ടത്, ഇറങ്ങിപ്പോയി. അങ്ങേര് കല്യാണം കഴിച്ച് 2-3 പിള്ളേരുമായിട്ട് ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യരുണ്ട് പ്രിയമുള്ളവർ. അത് സന്യാസ വിളിയല്ലായിരുന്നു. അപ്പോൾ ഒരു ഒളിച്ചോട്ടമായിട്ടാണ് മാറിയത്. ചിലരതുപോലെ തന്നെ സന്യാസ ദൈവവിളി കിട്ടിയതായിരിക്കാം, അവർ തിരിച്ച് ഒളിച്ചോടുന്ന കാണാൻ സാധിക്കും. ദൈവമേ, ഇതാ എന്തോരം കഷ്ടപ്പാടാണ്, തന്നെത്താൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം,
മിറ്റടിക്കണം, തേച്ച് മഴക്കണം, എന്തെല്ലാം പ്രശ്നങ്ങൾ. അതുകൊണ്ട് സന്യാസ ദൈവവിളി വേണ്ട. ഒരിക്കൽ ഞാൻ ഷമ്മാശനായിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ കുറേ ഷമ്മാശന്മാരുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പട്ടവേക്കുന്ന സമയമായപ്പോൾ ഞങ്ങളുടെ അഭിമന്യ തിരുമേനി എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു, നിങ്ങളുടെയൊക്കെ തീരുമാനം എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സന്യാസ ദൈവവിളി സ്വീകരിക്കാൻ വേണ്ടി അനേകം നാളുകളായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഒറ്റ തീരുമാനമെടുത്തു, ജീവിക്കുന്നെങ്കിൽ സന്യാസിയായിട്ട് ജീവിക്കത്തുള്ളൂ. അങ്ങനെ ആയിരുന്നു തീരുമാനമെടുത്തു. അന്നേരം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുറച്ച് നാളും കൂടെ പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറഞ്ഞ് എന്നെ വിട്ടു. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ച് ചോദിച്ചു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടി തിരുമേനി എന്താണ് ചോദിച്ചതെന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പം ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, എന്താണ് അടുത്ത പരിപാടി? അച്ഛന്മാരുടെ ഷോർട്ടേജ് ഉണ്ട്, വിവാഹം കഴിക്കുന്നവർ വിവാഹം കഴിക്കുക, അല്ലാത്തവർ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുക എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞ ഉടനെ എൻ്റെ കൂടെയുള്ള ഒരുമാതിരി പ്രായമുണ്ടായിരുന്നൊരു ചെമ്മാച്ചനുണ്ട്. ചെമ്മാച്ചൻ പറഞ്ഞു, നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഫുൾ ടൈം പ്രവർത്തിക്കാനുള്ള ആഗ്രഹമാണ് എനിക്കുമുള്ളത്. പക്ഷേ സത്യത്തിൽ ഞാൻ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചത് ഒറ്റ കാര്യം കൊണ്ടാണ്. എന്താണ്? തുണി അലക്കുന്ന കാര്യം ഓർക്കുമ്പോഴും തുണി തേക്കുന്ന കാര്യം ഓർക്കുമ്പോഴും ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യം അങ്ങ് ചിന്തിച്ചു പോവുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് ചിന്തിച്ചത് കൊണ്ടാണ്. അപ്പോൾ ചോദിച്ചു, അതെന്താ? ഞാൻ പറഞ്ഞു, ഈ തുണി തേക്കുന്ന കാര്യവും തുണി അലക്കുന്ന കാര്യവും ഭയങ്കര പാടാണ്. സാരിക്കൊക്കെ എന്തോ ഒരു നീളമാണ്. ഞാൻ വേദപുസ്തകം വായിച്ചിട്ടുള്ളതുകൊണ്ട് അവർ രണ്ടല്ല ഒന്നാണ്. അതുകൊണ്ട് രണ്ടല്ല ഒന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരുടെ തുണി ആരലക്കേണ്ടി വരും? ഞാൻ അലക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സന്യാസ ദൈവവിളി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും തമാശയായി ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും പ്രിയമുള്ളവരെ, പല ആളുകളും പല ദൈവവിളികളും സ്വീകരിക്കുന്നത് ഒളിച്ചോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. സഹനങ്ങൾ ഏറ്റെടുക്കാനോ യേശു പിതാവായ ദൈവം ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ തോളയിൽ ഏൽപ്പിക്കുന്ന കുരിശുകൾ സന്തോഷത്തോടെ സഹിക്കാനോ ഉള്ള ഭയനിമിത്തമാണ് പലരും എന്ത് ചെയ്യുന്നത്? ചില ദൈവവിളികളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിലും പുത്രനായ യേശുവിലും പരിശുദ്ധാത്മാവിലും വിശ്വാസമുള്ള ഒരു വ്യക്തിയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ദൈവവിളികളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അൽഫോൻസാമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് ഒരു കാലത്ത് അൽഫോൻസാമയ്ക്ക് ദൈവവിളി കിട്ടി. സന്യാസിയാകണമെന്നുള്ള ആഗ്രഹം ഉള്ളിലിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോഴാണ് വീട്ടുകാർ സുന്ദരിയായ അൽഫോൻസാമയെ കല്യാണം കഴിച്ചു വിടാൻ വേണ്ടി ശ്രമം ആരംഭിച്ചു. അവസാനം അൽഫോൻസാമയ്ക്ക് കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹവുമില്ല. മാതാപിതാക്കന്മാരോട് എതിർക്കാനും പറ്റിയില്ല. അതുകൊണ്ട് അവിടെ എങ്ങാണ്ട് രാത്രി കത്തിക്കിടന്ന് തീക്കകത്തോട്ട് എടുത്തൊരൊറ്റ ചാട്ടം. കാലും കൈയും എല്ലാം പൊള്ളിയത് കൊണ്ട് ചെറുക്കന്മാർ കണ്ടു കഴിയുമ്പോൾ ഈ പെണ്ണിനെ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ നാളെ തീക്കകത്തോട്ട് എടുത്തി ആടിക്കഴിഞ്ഞാൽ ഞാൻ പ്രതിയാകും. അതുകൊണ്ട് നിങ്ങൾ തീക്കകത്തൊന്നും ചാടണ്ട, കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഓർക്കുക, ഓരോരുത്തർക്കും അവരവരുടേതായ ദൈവവിളി കൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവനെ കുടുംബജീവിതത്തിൻ്റെ സഹനങ്ങളാൽ വിശുദ്ധീകരിക്കാനും അതിലൂടെ ജീവിത പങ്കാളിയെയും തലമുറയെയും വിശുദ്ധീകരിക്കാനും വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെ ഉറവയായി ദൈവം ആക്കി വച്ചിരിക്കുകയാണ്. ഒരു സന്യാസ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്നവൻ ആ സമൂഹത്തിൻ്റെ മുഴുവൻ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഉപകരണമായി വിളിക്കപ്പെട്ടവനാണെന്ന് നമ്മൾ മനസ്സിലായിക്കോണം. അതുകൊണ്ട് ലോകത്തിലും അതുപോലെ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കുന്ന ദൈവം ദാനമായി നൽകുന്ന സഹനങ്ങളൊക്കെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനമായി നമ്മൾ അംഗീകരിക്കണം. ഇന്ന് അനേകം ആളുകൾ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നത് തങ്ങളുടെ സഹനങ്ങൾ മാറിക്കിട്ടുമോ എന്നറിയാനാണ്. എന്നാൽ സഹനങ്ങൾ മാറാനല്ല ദൈവം ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നത്, മറിച്ച് സഹനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ധീരമായി സഹനത്തെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ജീവിത പങ്കാളിയുടെ സഹനങ്ങൾ നമ്മെ വിശുദ്ധീകരിക്കുന്നു, നമ്മുടെ സഹനങ്ങൾ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് നമ്മളിൽ ആരെങ്കിലും ഇന്ന് ഏതെങ്കിലും അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മളോ മറ്റുള്ള ആരെങ്കിലുമോ സഹിച്ചിട്ടുണ്ടാകാം. 400 വർഷക്കാലം ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് സഹനങ്ങൾ ഏറ്റുവാങ്ങി. അവർ ഫറവോൻ്റെ അടിമത്തത്തിൽ കിടന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങി. ഓരോ ദിവസവും പലതരത്തിലുള്ള പീഡനങ്ങളും സഹനങ്ങളും അവർക്ക്
ഫറവോനും അവരുടെ സമൂഹവും ചേർന്ന് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അടിമയായി പീഡനമേറ്റ് നിലവിളിച്ചു പോയ ജനം തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ ഇതാ തങ്ങളുടെ സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് നോക്കി സത്യദൈവത്തെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. കണ്ടോ, ഈജിപ്തിലെ വിഗ്രഹങ്ങളെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്ന ജനം ഇതാ സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങിയപ്പോൾ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് സത്യദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? അതിൻ്റെ അനന്തരഫലം മോശ എന്ന ഏറ്റവും വലിയ പ്രവാചകൻ്റെ ഉദയം. കണ്ടോ, അപ്പോൾ ഭൂമിയിലെ എല്ലാ ദൈവവിളികളും ഉയർന്നു വരുന്നത് എവിടുന്നാണെന്നറിയാമോ? പ്രിയമുള്ളവരെ, അനേകരുടെ സഹനങ്ങളുടെ അനന്തര ഫലമാണ് ഒരു ദൈവവിളി. അനേകരുടെ സഹനങ്ങളുടെ ഫലമാണ്. ഞാൻ ഏകദേശം 1994 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടുന്നത്. 1991 കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചല്ലോ, എൻ്റെ പിതാവ് വെടിയേറ്റ് മരിച്ച ഒരാളാണ്. ഒരു പോലീസുകാരനെന്ന നിലയിൽ ഒരു കള്ളനോട്ട് പ്രതിയെ പിടിക്കുന്ന സമയത്ത് അദ്ദേഹം വെടിയേറ്റ് മരിച്ചു. അന്ന് മുതൽ മനസ്സിനൊരു മുറിവേറ്റു. ഒരു കൊച്ചു പയ്യനെന്ന നിലയിൽ എൻ്റെ മനസ്സിൽ എന്തോ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ കൊലപാതകം ചെയ്തവനെ എന്നേലും കൈ കിട്ടും, അന്ന് അവനിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതെൻ്റെ മനസ്സിലിങ്ങനെ എന്നും ഇങ്ങനെ താലോലിച്ചുകൊണ്ട് ഞാനിരുന്നു. പ്രിയമുള്ളവർ, അതുപോലെ ചെറുപ്പകാലത്തിൽ 4-ാമത്തെ വയസ്സിൽ ഇതാ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി മദ്ബഹായിൽ കയറിയതാണ്. 4-ാമത്തെ വയസ്സിൽ കയറിയെങ്കിലും ഏകദേശം ഒരു 9-ാം ക്ലാസ് 10-ാം ക്ലാസ്സോടുകൂടി അതിനേക്കാളും വേഗത്തിൽ മദ്ബഹായിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നീട് മദ്ബഹായിലൊന്നും കയറ്റമില്ലായിരുന്നു. കാരണം മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നവരോടുമായിട്ടുള്ള എൻ്റെ താല്പര്യമില്ലായ്മ അതിന് കാരണമായി തീർന്നു. അങ്ങനെ ക്രമേണ പുരോഹിതന്മാരോട് താല്പര്യമില്ലാതായി, ദേവാലയത്തോട് താല്പര്യമില്ലാതായി, പള്ളിയിൽ പോക്ക് നിർത്തി, ഞായറാഴ്ചകൾ പോലും ദേവാലയത്തിൽ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാതായി. കാരണം ഇതാ പുരോഹിതന്മാരുടെയും അതുപോലെ ശുശ്രൂഷക്കാരുടെയും പള്ളി ഭരണക്കാരുടെയും ഇതാ നിലപാടുകളും മനോഭാവങ്ങളും എന്നെ ദേവാലയത്തിൽ ദൈവിക സംവിധാനത്തിൽ നിന്ന് ക്രമേണ അകറ്റി. അങ്ങനെ പള്ളിയിൽ പോക്കൊക്കെ ക്രമേണ നിർത്തി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1991 ഇതാ ഞാൻ ബസേലിയോസ് കോളേജിൽ, കോട്ടയം ബസേലിയോസ് കോളേജിൽ ഇതാ ഡിഗ്രിക്ക് ചേർന്നു. അങ്ങനെ ചേർന്ന് ഇതാ എല്ലാ ദിവസവും കോളേജിൽ പോകും. കോളേജിൽ പോയി കുറച്ച് നേരം കോളേജിനകത്തിരിക്കും, പിന്നെ കുറച്ച് നേരം കോളേജിന് പുറത്തിരിക്കും. അങ്ങനെ കാലം കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ അങ്ങോട്ട് ചെന്നപ്പോൾ മനസ്സിൽ തോന്നുന്നതനുസരിച്ചാണ് അന്ന് കോളേജിൽ കാര്യങ്ങൾ പിള്ളേർ ചെയ്യുന്നത്. രാവിലെ വന്നു കഴിയുമ്പോൾ മനസ്സിൽ തോന്നുകയാണ് ഇന്ന് ക്ലാസ്സിൽ കയറണമെന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേരാരും ക്ലാസ്സിലുണ്ടാകുകയില്ല. മനസ്സിൽ ആത്മാവ് തോന്നിക്കുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ. എന്തായാലും എനിക്ക് രാവിലെ ചെന്നപ്പോൾ തോന്നിയത് ഇതാ ഇന്ന് മിക്കവാറും സമരമൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോയേക്കാം. അങ്ങനെ ഇതാ ഞാൻ തിരിച്ച് ഇതാ അതിലെ നടന്ന് ആ ബസേലിയോസ് കോളേജിൻ്റെ അവിടെ നിന്ന് നാഗമ്പടം ബസ് സ്റ്റാൻഡിലേക്ക് താഴേക്കുള്ള വഴി കൂടെ നടന്ന് ഞാനങ്ങ് വീട്ടിലോട്ട് തിരിച്ചു പോരുക. അപ്പോൾ പിള്ളേരൊക്കെ എതിരെ വരുന്നുണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്ന പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ എതിരെ വരുന്നത് കണ്ടപ്പം ചോദിച്ചു എവിടെ പോവാന്ന്. അപ്പോഴാണ് ഇതാ എന്തേലും ഒരു മറുപടി പറയേണ്ടത്. അപ്പോഴാണ് നാഗമ്പടത്ത് ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു കൺവെൻഷൻ താഴെ നടക്കുന്നുണ്ട്, കൺവെൻഷൻ കൂടാൻ പോവാന്ന് പറഞ്ഞു. അന്നേരം ചോദിച്ചു ഓ താനൊരു കത്തോലിക്കനാണോ? ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഞാനൊരു യാക്കോബായ സുറിയാനി സഭ വിശ്വാസിയാണ്. എന്നാൽ അത് പറഞ്ഞ് അതിലെ നാഗമ്പടത്തൂടെ കയറി വീട്ടിൽ പോരാനായിട്ട് ഒരുങ്ങിയതാണ്. നാഗമ്പടം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ കാണുന്ന കാഴ്ച, ലക്ഷക്കണക്കിന് ആൾ, ഏകദേശം 100,000-ഓളം പേര് ഇതാ നാഗമ്പടം മൈതാനങ്ങളും ബസ് സ്റ്റാൻഡും വഴിയും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ നടന്നു പോകുന്നത് ഒരു ജാള്യത പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തു, ഞാൻ നോക്കിയപ്പം കണ്ട കാഴ്ച ഇതാ കൊച്ചു പിള്ളേർ, എൻ്റെ എത്രയും പ്രായമുള്ളവരും എന്നേക്കാൾ പ്രായം ഉള്ളവരും കുറഞ്ഞവരുമായ പിള്ളേർ വഴി സൈഡിൽ വൈദികൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കുമ്പസാരിക്കുന്നു. എനിക്കിതൊരു ഭയങ്കര കാഴ്ചയായിപ്പോയി. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും മനുഷ്യരുടെ മുമ്പിൽ വെച്ച് കുമ്പസാരിക്കാനായിട്ട് പറ്റുന്നത്? അപ്പം ഞാൻ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാ തീരെ നിവൃത്തി കെട്ട് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കും, കൂടെയുള്ളവരോട് ചോദിക്കും, എടാ കൊള്ളാവുന്ന രണ്ടൊന്ന് പാപം പറ, നമുക്ക് അച്ഛനോട് പറയാൻ കൊള്ളാവുന്ന രണ്ടൊന്ന് പാപം പറ. അപ്പോൾ അനുസരണക്കേട് കാണിച്ചു, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള 2-3 ഉണ്ട്. അതൊക്കെ പള്ളിയിൽ പോയില്ല, പ്രാർത്ഥിച്ചില്ല, ഇങ്ങനെയൊക്കെ 2-3 പറഞ്ഞു കഴിയുമ്പോൾ അച്ഛനൊന്ന് മൂളും. പിന്നെയും മൂളൽ നിർത്തി കഴിയുമ്പോൾ പിന്നെ നമ്മളങ്ങ് മിണ്ടാതെ നിൽക്കും. അപ്പോൾ അച്ഛൻ തലയ്ക്ക് വെച്ച് പറയും എല്ലാ പാപവും മോചിച്ചിരിക്കുന്നു, അപ്പോൾ എല്ലാം ഓക്കെ. അങ്ങനെ കാര്യങ്ങൾ പോകുന്ന കാലം. പ്രിയമുള്ളവർ, ഇവിടെ
കുഞ്ഞുങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ഇതാ വൈദികർ വഴി സൈഡിൽ കസേരയിട്ടിരുന്ന് കുമ്പസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ അതിശയം തോന്നി. എങ്ങനെ ഒരു ജാള്യതയുമില്ലാതെ മുട്ടുകുത്തി നിന്ന് അവർ പ്രാർത്ഥിക്കുന്നു, കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നു, അവർ വളരെ ഭക്തിയോടുകൂടി പെരുമാറുന്നു. ഇത് അവർക്ക് നാണം തോന്നുന്നില്ലേ എന്നെനിക്ക് തോന്നി. ഞാനങ്ങനെ അവിടെ ഇതാ ഒരു മുനിസിപ്പൽ പാർക്കിൻ്റെ ഒരു മയിൽക്കുറ്റിയിൽ കയറി ഇത് കാണാനിരുന്നു. അന്ന് ഒരു വലിയ കൺവെൻഷൻ്റെ, കോട്ടയത്ത് മേഖലയിലെ ഏറ്റവും വലിയ കരിസ്മാറ്റിക് കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു. അന്ന് മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛനാണ് ധ്യാനം ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇന്നത്തെ ദിവസം വന്നിറങ്ങുന്ന ദിവസമാണ്. ഞാനന്നേരം മുകളിലേക്ക് നോക്കിയത് എവിടുന്നാണ് ഈ സാധനം വരുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, അദ്ദേഹം പരിശുദ്ധാത്മാവിന് വേണ്ടി സ്റ്റേജിൽ നിന്നിങ്ങനെ പ്രാർത്ഥനകൾ നടത്തുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ ശരീരത്തിലേക്ക് ഇതാ മഞ്ഞിങ്ങനെ കടന്നു പോകുന്ന പോലെ, വെള്ളം നമ്മുടെ ദേഹത്തേക്ക് സ്പ്രേ ചെയ്യുന്നത് പോലെ, മഞ്ഞ് വന്ന് വീഴുന്നത് പോലെ, കുളിര് പോരുന്ന പോലെയുള്ള അനുഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ അച്ഛൻ ഇടയ്ക്ക് പറയാറുണ്ട്, കുറേ ആളുകളെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി അഭിഷേകം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ആ സമയങ്ങളിലൊക്കെ തന്നെ എനിക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ നല്ല മനസ്സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ വൈകുന്നേരം വരെ ഞാൻ അവിടെ ഇരുന്നു. ഉച്ചയായപ്പോൾ ബ്രെഡ് കിട്ടി. ബ്രെഡ് കഴിച്ചപ്പോൾ അതിലും സന്തോഷമായി. എന്തായാലും ബ്രെഡും വെള്ളവും കഴിച്ച് വൈകിട്ട് വരെ ഇരുന്ന്, രാത്രി വലിയ തിരക്കായതുകൊണ്ട് രാത്രി 7 മണി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു, നീ ഇന്ന് സിനിമ കാണാൻ പോയല്ലേ? കാരണം അത്രയും ലേറ്റായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വല്ല സിനിമയ്ക്കും പോയെന്നാണ് അർത്ഥം. അങ്ങനെ അമ്മ ചോദിച്ചത് വഴി കുറച്ച് പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. കുറച്ച് പരിശുദ്ധാത്മാവ് അന്നേരെ പോയി. ഇതാണ് ചില ആളുകൾ ധ്യാനം കൂടിയിട്ട് ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും വിപരീത അഭിപ്രായം പറഞ്ഞ് ഇച്ചിരി ആത്മാവ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പോൾ എന്തായാലും പിന്നീട് പ്രിയമുള്ളവരെ, പിൽക്കാലത്ത് ഇതാ ഞാൻ പോയൊരു ധ്യാനമൊക്കെ കൂടി. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനത്തിൽ പങ്കെടുത്തതോടുകൂടി മനസ്സൊക്കെ അങ്ങ് ശുദ്ധമായി. പിന്നീട് മനസ്സ് നല്ല വെള്ളപ്പേപ്പർ പോലെയായി. ഒരു പാപം പോലും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നിറയാൻ തുടങ്ങി. അപ്പോഴാണ് ദൈവം എനിക്കൊരു വചനം നൽകിയത്. മത്തായിയുടെ സുവിശേഷം 6:33 വചനം, നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്തപ്പെടും. അപ്പം ഞാൻ ചിന്തിച്ചു, ഇതൊരു ലാഭകരമായ പരിപാടിയാണല്ലോ. കാരണം എന്താണ്? ഇതാ ദൈവരാജ്യം അന്വേഷിക്കുന്നവർക്ക് ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കും. ബാക്കി അന്വേഷിച്ച് പോയ ദൈവരാജ്യവും കിട്ടുകയില്ല, ബാക്കിയും കിട്ടുകയില്ല. അതുകൊണ്ട് ദൈവരാജ്യം തേടി പുറപ്പെട്ടാൽ ഭൂമിയിലുള്ള ബാക്കി എല്ലാം നമുക്ക് കിട്ടും. നമുക്ക് കിട്ടാത്തതും ഇപ്പോൾ ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് കൂട്ടിച്ചേർത്ത് തരുമെന്നാണ് വചനം. ആ വചനത്തിൽ വിശ്വസിച്ച് ആ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. വൈദികനാകാൻ തീരുമാനിച്ചു. ഞാൻ വൈദികനായി പ്രിയമുള്ളവരെ സെമിനാരിൽ ചേർന്നു. ഇതാ വചനങ്ങൾ പഠിച്ചു. ഇതാ ഒരു നല്ല ധ്യാന കേന്ദ്രം ഉണ്ടാക്കണം, ദൈവജനത്തിന് വേണ്ടി ധ്യാനങ്ങൾ ക്രമീകരിക്കണം. ഇത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വൈദികനായി ഏകദേശം 2005 ഇവിടെ താമസിച്ചുള്ള ധ്യാനങ്ങൾ ആരംഭിച്ചു. ധ്യാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അനേകം പേര് ധ്യാനത്തിലേക്ക് വന്നു. വന്നതിൽ ചിലരെല്ലാം എന്നെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞങ്ങളൊക്കെ 5-10 വർഷക്കാലം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരു കാര്യമാണ് യാക്കോബായ സുറിയാനി സഭയിലൊരു ധ്യാന കേന്ദ്രം. ഞങ്ങളൊക്കെ പല സഭകളുടെയും ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് ധ്യാനം കൂടുമ്പം ഞങ്ങളിങ്ങനെ ഓർക്കുമായിരുന്നു, ദൈവമേ, ഞങ്ങളുടെ സഭയ്ക്ക് ഒരു ധ്യാന കേന്ദ്രം ഇല്ലല്ലോ. ഇതുപോലെ ജനത്തിന് വന്നൊന്ന് കരഞ്ഞിരിക്കാൻ, ഹൃദയം ഒന്ന് തുറക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കാണാൻ, അങ്ങനെ അടുത്ത തലമുറയ്ക്ക് മാനസാന്തരപ്പെടാൻ ഒരു സംവിധാനം ഇല്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ ഒത്തിരി കാലം കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി കാലം ഉപവാസം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി കാലം നിലവിളിച്ചിട്ടുണ്ട്. ധ്യാന കേന്ദ്രത്തിലിരുന്ന് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയാനിടയായിട്ട്